ക്യാമറ ഇത് തുടച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഒരിടത്തൊരിടത്തൊരു കഥയുണ്ട്. അങ്ങനെ 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 അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം ചുമ്മാ കസ്റ്റ്യൂം ഒന്ന് മാറ്റിയെന്നേ. കല്യാണത്തിനൊന്നല്ല കേട്ടോ പോണ്. അവൻ പറഞ്ഞു തന്നേക്കാം. ഫോട്ടോ കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അതേ കൊണ്ട് കൊടുക്കുന്ന അരുണേ, ഞാൻ സാരി എടുക്കുന്നതിൽ നിനക്ക് എന്താ അത്ര പേടി? സാരി എടുക്കുന്നതില് പേടിയൊന്നുമില്ല. പിന്നെ സാരി കൊടുത്തിട്ട് മറ്റുള്ളവര് സാരി കൊടുക്കും. സാരി കൊടുത്തിട്ട് മറ്റേ എന്താ പറയാ, നാളെ ചെങ്ങായി ഇട്ടാണ്ടേക്ക് ഒരു വീഡിയോയില് സാരി എടുത്താൻ കണ്ടിട്ട് ഈ ആനക്ക് സാരി എടുത്താൽ അങ്ങനെ ഉണ്ടാവും. അതേമാതിരി അതിന്റെ ഡയലോഗ് കൂടി ഒന്ന് പറ. ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. ഹെലനോസ് പാട്ടനെ എന്താ കളിയാക്കാറ്? അപ്പം ഇവൻ പറയാ, ഇവന് ഞാൻ ഇന്നലെ സാരി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഞാൻ സാരി എടുത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. അങ്ങോട്ട് ഇറങ്ങിയ പാടക്ക് അയ്യോ അമ്മായിക്ക് സാരി ഉണ്ടോ ആവോ എന്നാ ചോദിച്ചത്. ഞാൻ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്നൊന്നല്ല പറഞ്ഞേ, അമ്മായിക്ക് സാരി ഉണ്ടോ ആവോ. എന്താ കെയറിങ്, വാട്ട് എ കെയറിങ് ഐഡിയാസ്. മണ്ട അങ്ങനെ ഇപ്പൊ കാണണ്ട അള്ളവനാ. അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കയറി തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. ചേട്ടായി അപ്പം അങ്ങനെയാണ്. ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക്. അവിടുന്ന് എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എപ്പോഴും ചായ കുടിക്കുന്നത് പിടിക്കൂല. പക്ഷേ ഇപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്നൊക്കെ കൊള്ളാം. പക്ഷേ ചേട്ടായി പറയുന്നത് എന്താ വെച്ചാൽ എവിടെയും പിടിയില്ലാന്ന്. ഈ ലോകത്തുള്ള പീടിയ മുഴുവനോ എടുപ്പോയി എനിക്കറിയാം. ചിലരുടെ വണ്ടിയുടെ സ്റ്റെയറിങ് തിരിക്കുന്നുണ്ടാവും തോന്നൂല, മറ്റേ ഫ്ലൈറ്റാണ് ഓടിക്കുന്നത്. പൊന്നാര ഗൈസ്, കയ്യിലുള്ള പൈസ ഏകദേശം തീർന്നതായിരുന്നു. ഡേ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് അളിയൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. അർണാട്ടാ ചിങ്കാലാല. ഓ പൊളിക്കും. എൻ്റെ ATM കാർഡ് കണ്ടെങ്കിൽ അല്ലേ. ഞങ്ങൾക്ക് കുറേ ആയി വിചാരിക്കുന്നത് ഞങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കണമെന്ന്. ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മറ്റവന് പൈസ വേണമെന്നുണ്ടെങ്കിൽ വിചാരിക്കണം. അല്ലാതെ തന്നെ ഇപ്പം പൈസ എടുക്കാൻ സേഫായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ജസ്റ്റ് അക്കൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കുന്ന വിഷയമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. ഏതായാലും നമ്മുടെ യൂട്യൂബ് വളിയാൻ കനിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പം അങ്ങനെയാ അപ്പോൾ അങ്ങനെയാണ്. നോക്കൂ മുറ്റത്തൊരു മൈന. അമ്മച്ചി തിരിഞ്ഞു നോക്കി. കോഴിമുട്ട, കോഴി എന്ന് പറയുമ്പോഴേക്കും മുട്ട നായി പോയതാ. അപ്പൊ അങ്ങനെയാണ്. എന്നാ മറ്റേ ആ പെണ്ണിപ്പം മെസ്സേജ് ചെയ്തിട്ടോ, നിങ്ങൾ ഇന്ന ആളുടെ കൂടെ നടക്കുന്ന ഒരു പെണ്ണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇവന്റെ കൂടെ നടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവക്കുള്ള മറുപടി ഇവൻ തന്നെ കൊടുത്തു. അപ്പം ഞാനൊരു മറുപടി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ആദ്യം നീ നിൻ്റെ ഉമ്മാനെ കൊണ്ടുവച്ച് കാണിച്ചിട്ട് വാ, എന്നിട്ട് വാ നമുക്ക് ഉണ്ടാക്കൂടെ പോയിട്ട് കാണിച്ചിട്ട് പോരാന്ന് പറഞ്ഞു.
എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മള് എന്തിനാണ് വെള്ളിട്ടാവുന്നത്? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? അപ്പം അങ്ങനെയാണ്. അപ്പം അവളും ഇനി പലരും കേൾക്കാൻ പറയാണ്, ഞാനിപ്പോൾ ഇവനെ ഒഴിവാക്കിയാലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താ, നിങ്ങൾക്ക് വേണേ എൻ്റെ വീഡിയോ കണ്ടാൽ പോരെ, ഇല്ലേ സ്ക്രോൾ ചെയ്ത് പോകണം ഗൈസ്. ഇവിടെ ഇപ്പോൾ വായനശാല ഉണ്ട്. ഇവന് പോകുന്ന വഴിക്കുള്ള സകലമാനം ബോർഡുകളും വായിച്ചു. എൻ്റെ മോൾക്ക് ഉണ്ടായൊരു സ്വഭാവം. എൻ്റെ മോള് ഓമനശ്ശേരി എന്ന് വായിച്ചത്, ഓമശ്ശേരി എന്നുള്ള ഒരു 2 വർഷം മുമ്പ് കേട്ടോ, മലയാള അക്ഷരങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് ഓമനശ്ശേരി. പിന്നെന്താ പറയാ, അതല്ലടാ മറ്റേ ബസ് ഏതായിരുന്നു, അല്ലടാ എന്താ ഹലുവ എന്ന് വായിച്ചേ, ജൽവ അല്ല, ഹൈവ ബസ്സിൽ ഹലുവ എന്ന് വായിച്ചു. എന്റെ പൊന്നാര ഏച്ചിയെ ഇപ്പം മയ്യത്തായി പോവുകയും. അപ്പം അങ്ങനെ അതേപോലെ ഇവനും സകലമാന ബോർഡുകളും വായിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഏതായാലും ചായ കുടിക്കട്ടെ.